ഹലോ, എന്താ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ? ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പുതിയതായിട്ടൊരു റെസിപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ്സ് കേസരി. കേസരിൽ എന്താമ്മ പുതിയതിനാണോ ചോദിക്കുന്നത്? അപ്പോൾ അത് കാണണ്ടേ? ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. വെരി സിമ്പിൾ ആൻഡ് ഈസി കേസരിയാണ്, ഒരു ഡിഫറെൻറ്റ് കേസരിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ റവ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് റവ എടുക്കുകയാണെങ്കിൽ 2 കപ്പ് പാലും ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിൽ റവ എടുക്കുകയാണെങ്കിൽ സെയിം കപ്പിൽ തന്നെ പാലും ഒഴിച്ച് കൊടുക്കണം. മെഷർമെൻറ്റ് മാറാൻ പാടില്ല. ഇത് നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ഇച്ചിരി നേരം നമുക്ക് കുതിർത്ത് വെക്കണം. റവ നമുക്ക് നന്നായിട്ട് കുതിർന്ന് വരണം, എന്നാലേ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റിൽ വെക്കാം. ഇനി ഒരു പാൻ വയ്ക്കാം. നമ്മൾ റവ എടുത്ത കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. അത് നമുക്ക് ആ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ഓയിലും പിന്നെ 1/2 കപ്പ് ഗീയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് 1 കപ്പ് മുഴുവനും നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കാരമലൈസ് ആവണം. ഇതിയുടെ പേര് കാരമലൈസ് കേസരിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടാകണം തോന്നുന്നത്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം, ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് കാരമലൈസ് ആവണം. ഇതുപോലെ ലൈറ്റ് ഹണി കളറിൽ വരുമ്പോൾ തന്നെ നമുക്ക് അടുപ്പൊന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ റവയും പാലും മിക്സ് ചെയ്ത് വെച്ചതുണ്ടല്ലോ, അതൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മൾ അടുപ്പത്ത് തന്നെ വെച്ച് ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ ഇത് ഇങ്ങനെ പുറത്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മുഴുവനും ഇങ്ങനെ ഫുള്ളായിട്ട് അടുപ്പ് മുഴുവനും ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ട് നന്നായി ഫുള്ള് ചേർത്തിട്ട് നന്നായി മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചാൽ മതി. പെട്ടെന്നായി കിട്ടും. കാരമലൈസ് ആവുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്ന് അടുപ്പ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി നമുക്കിനി റവ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൽ ഇച്ചിരി ലംസൊക്കെ വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്ക് നെയ്യ് ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിങ്ങനെ പാത്രത്തിൽ ഒട്ടാണ്ട് വരണം. ഇതുപോലെ നല്ല ഹൽവ പഴത്തിൽ വരണം. ഇതിന് ഒരു കളർ വേണ്ട. ഇത് നാച്ചുറലായിട്ട് കാരമലൈസ് ആയതുകൊണ്ട് നമുക്ക് ആ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യെല്ലാം പുറത്ത് ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് കണ്ടാൽ അറിയാം. ഇനി ഇതിനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കാഷ്യൂണ്ടി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് ഞാൻ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത്. എനിക്കിത് ഒരുപാട് ഇങ്ങനെ കഴിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. ഇനി നമുക്ക് പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇതേ പുതിയതായിട്ട് ഒരു കാരമലൈസ് കേസരി ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.